സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമറിവ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയെ വിളിച്ചു വരുത്തിയിട്ട് പ്രഭാവതി മത്സരിക്കരുതെന്ന് പറയുമ്പം ദേവിക അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അച്ഛനോട് അമ്മ തന്നെ സംസാരിക്കണം എന്ന് പറയുമ്പം പ്രഭാവതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടണില്ല. ഇതേ സമയം നമ്മളുടെ രജനിയാണെങ്കിൽ വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, അച്ഛനോട് ഞങ്ങൾ പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല, എന്തായാലും നീ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ നന്ദനും ദേവിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷനും പ്രയാസവും കൊണ്ട് എനിക്ക് മത്സരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അച്ഛനത് അംഗീകരിക്കുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്കങ്ങനെ അച്ഛനോട് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ ഭയങ്കര പ്രതീക്ഷയിലാണ്. ഇപ്പം തന്നെ അച്ഛൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയുള്ള അച്ഛനോട് ഞാനിനി മത്സരിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് അച്ഛന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെ ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട, നീ എന്തായാലും സിദ്ധുവിനോട് പറയണം. നീ പറഞ്ഞാൽ സിദ്ധു പിന്നെ ഒന്നും പറയില്ല, ഞങ്ങൾ പറഞ്ഞാൽ സിദ്ധു അത് അംഗീകരിക്കില്ല, നിന്നെ മത്സരിപ്പിക്കണം എന്നുള്ള വാശി പിടിക്കും. എന്തായാലും നീ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മളുടെ കുടുംബം തകരുമെന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവിക മനസ്സോടുകൂടി പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് സംസാരിച്ച് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്ന്. പിന്നീട് നമ്മുടെ നന്ദൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ദേവിക പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രജനി പറയുന്നുണ്ട്, ഇല്ല, ദേവിക ഇവിടെ ഉണ്ട്, നീ എന്താ വരാൻ ഇത്രയും വൈകിയെന്ന് ചോദിക്കുമ്പം അവൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ ഞാൻ വരാൻ വൈകിയ, അതെന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയണേ, ദേവികയെ നീയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും തീരാൻ പോകുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ഇനി ഒരു ജീവിതം ഉണ്ടാവുമോ ഇല്ല എന്ന് പറയുമ്പം അത് കേട്ടിട്ട് രജനി ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് രജനി പറയുന്നുണ്ട്, നന്ദ അതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയാണ്, ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, നീ അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പം രജനിയോട് നന്ദൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് മനസ്സിലാക്കണം എന്നാ ചേച്ചി പറയണത്, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളൊന്നും സത്യമല്ല എന്നാണോ ചേച്ചി പറയണത്, അതെങ്ങനെ സത്യമല്ലാതാവും, അത് സത്യമല്ലെന്നുള്ളതിന് ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രജനിക്കാണെങ്കിൽ പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അത് നന്ദനോട് പറയാനുള്ള ധൈര്യം പോരാ. ഇനിയിപ്പോൾ നന്ദൻ പ്രഭാവതി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാവതിയോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടി കൊണ്ടാണ് ഈ രജനി ഈ കാര്യങ്ങളൊന്നും നന്ദനോട് പറയാതിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭാവതിയും ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായിരിക്കുന്ന സ്ഥിതിക്ക് ഈ അരുന്ധതി ആരാണെന്നും അരുന്ധതിയുടെ ലക്ഷ്യം എന്താണെന്നും ഈ ഫോട്ടോസെല്ലാം നന്ദന് കിട്ടിയത് അരുന്ധതി തന്നെ അയച്ചു കൊടുത്തതാണെന്നൊക്കെ ഉള്ള സത്യങ്ങൾ രജനിയോ പ്രഭാവതിയോ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പക്ഷേ ഇവരാരും അത് പറയാൻ കൂട്ടാക്കണില്ല. പ്രഭാവതിക്കാണെങ്കിൽ അത് നന്ദനും സിദ്ധുവൊക്കെ അറിയണത് അഭിമാനത്തിന് കേടായിട്ടാണ് പ്രഭാവതി കണക്കാക്കുന്നത്. ഭാർഗവിക്കും രജനിക്കും പ്രഭാവതിക്കും മാത്രമേ അറിയുള്ളൂ ഈ അരുന്ധതി ആരാണെന്നും അവർക്ക് ഈ ചന്ദ്രോത്തുകാരോടുള്ള വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്നും പിന്നെ ദേവികയുടെയും നന്ദൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവരാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടണേന്നും. പക്ഷേ ഇതൊന്നും സിദ്ധാർത്ഥനോടോ ഗിരീഷിനോടോ നന്ദനോടോ ഇവരാരും പറയണമില്ല. അതെല്ലാം ഇവർ മറിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് രജനി വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നന്ദ അതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും, ദേവിയെ നമ്മൾക്ക് അറിയാവുന്നതല്ലേ, ദേവി ഇങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന്. പക്ഷേ നന്ദനാണെങ്കിൽ അതൊന്നും കേൾക്കണമില്ല, സമ്മതിക്കണമില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവളെന്താ പോവാണ്ട് നിൽക്കണേ, ഞാൻ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ നീ തന്നെ ചെന്ന് ചോദിക്കുമെന്ന് പറയണു. അങ്ങനെ ദേവികയുടെ അടുത്ത് ചെന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പോവാതിരിക്കണേന്ന് ചോദിക്കുമ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് നന്ദു അല്ലേ, ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ലല്ലോ, അപ്പം ഞാൻ പോകണമെങ്കിൽ നന്ദു തന്നെ എന്നെ കൊണ്ടുവന്ന് വിടണം എന്ന് പറയുന്നു. പിന്നീട് നന്ദൻ ദേഷ്യത്തോടു കൂടി എന്നാൽ വാ ഞാൻ നിന്നെ കൊണ്ടുവന്ന് വിടാമെന്നും പറഞ്ഞ് ദേവികയെ ബൈക്കിൽ കയറ്റി ദേവികയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ശാരിക ഓടി വന്നിട്ട്, ചേച്ചി എന്താ പോയിട്ട് ഇപ്പം തന്നെ വന്നേ, നന്ദേട്ടനും ചേച്ചിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ചില്ലേ, പിന്നെ എന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ പോയത് നന്ദുവായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനൊന്നുമല്ല, പിന്നെ എന്തിനാ പ്രഭയാൻറ്റി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നിനുമല്ല, ഞാൻ ഈ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കരുതെന്ന് എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെന്തിനാ, ആദ്യം ചേച്ചി മത്സരിക്കുന്നതിന് പ്രഭയാൻറ്റിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, അതൊന്നും എനിക്കറിയില്ല ശാരിക, എന്തായാലും മത്സരിക്കരുതെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞു, അച്ഛനെയും കൊണ്ട് സമ്മതിപ്പിക്കാനും എന്നെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനിനിയിപ്പോൾ എങ്ങനെ അച്ഛനോട് ഇതൊക്കെ പറയും, എന്തായാലും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാറ് ഇതൊരിക്കലും അംഗീകരിക്കില്ല, കാരണം സാറ് ഒരുപാട് സന്തോഷത്തിലാണ്, ചേച്ചിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും സാറിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചേച്ചി മത്സരിക്കുന്നതിൽ സാറിന് എത്രത്തോളം സന്തോഷമുണ്ടെന്ന്. ഇത്രയും ദിവസം എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ടായി നിന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരിത് മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താന്ന് അമ്മ എന്നോട് പറയണമില്ല, ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബം തകരാൻ കാരണമാവുമെന്ന് അമ്മ പറയണമെന്നൊക്കെ ഇങ്ങനെ ശാരികയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇതൊന്നും അല്ല, പ്രഭയാൻറ്റിക്ക് അസൂയാണ്, അസൂയ കൊണ്ട്
എന്തുകൊണ്ടാണ് പ്രഭ്യാൻ്റെ ഇങ്ങനെയൊക്കെ പറയണതെന്ന് പറയുമ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിനാ അസൂയ? ആദ്യം അമ്മയോട് മത്സരിക്കാനാലോ പറഞ്ഞത്, പിന്നെ അമ്മ തന്നെയല്ലേ മത്സരിക്കണില്ല എന്ന് തീരുമാനിച്ചതും, അതിനുശേഷമല്ലേ അച്ഛൻ എന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്, പിന്നെ അമ്മയ്ക്ക് എന്നോട് അസൂയ വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണു. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, പിന്നെ ഇത് അസൂയ അല്ലാണ്ട് വേറെ എന്താണെന്നാണ് ചേച്ചി പറയണത്? ആദ്യം പ്രഭ്യാൻ്റിനോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ചില്ല, പക്ഷേ ചേച്ചി ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും പ്രഭ്യാൻ്റിക്ക് ചേച്ചി പിന്മാറണമെന്ന് നിർബന്ധമുള്ളത്. എന്തായാലും ചേച്ചി പിന്മാറരുത് ചേച്ചി എന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. എൻ്റെ ജീവിതം കുറച്ച് നാളുകളായിട്ട് ഏത് വഴിക്കൊക്കെയാണ് പോണേന്ന് എനിക്ക് പോലും അറിയില്ല. എൻ്റെ ജീവിതം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. നന്ദു ആണെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കണില്ല. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ നന്ദുവേട്ടൻ ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചിയോട് സംസാരിച്ചൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പം എന്നോട് സംസാരിച്ചൊന്നുമില്ല, എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അമ്മയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്, സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞിട്ട് നന്ദു പോയി എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഈ ദേവിക ചന്ദ്രോത്തേക്ക് പോയ വിവരങ്ങളൊക്കെ എങ്ങനെയൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരുന്ധതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ തൻ്റെ നോമിനിയാണ് ദേവിക എന്നുള്ള വിവരം പ്രഭാവതിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രഭാവതി ദേവികയെ മത്സരിക്കാൻ സമ്മതിക്കില്ല. അത് ഒരിക്കലും നടക്കാൻ പാടില്ല. ദേവിക ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതും വിജയിക്കേണ്ടതും തൻ്റെ ആവശ്യമാണ്. ആ പ്രഭാവതിയെ ഇങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ദേവികയും കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കണം. ഇനിയും അത് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേവിക എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഈ മത്സരത്തിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ത്യാഗരാജനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായി ത്യാഗരാജ കാര്യങ്ങളൊക്കെ? ദേവികയുടെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം എന്നാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും തീരുമാനമായിട്ടില്ല മാഡം, ഇവിടെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കും പോലെയല്ലേ കാര്യങ്ങൾ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ത്യാഗരാജനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എനിക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ പറയണോ അതൊക്കെ ത്യാഗരാജൻ അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവികയുടെ നോമിനേഷൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ത്യാഗരാജൻ പറയണമെന്ന്. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിൽ ഇവിടെ പറയാൻ മേടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും നന്ദനെയൊക്കെയാണ്. പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട്, നന്ദ, ദേവിക അങ്ങനെ ഒരു തെറ്റും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇതെല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയാണ്. നിൻ്റെയും ദേവികയുടെയും ജീവിതം തകർക്കാനും നമ്മളുടെ കുടുംബം തകർക്കാനും വേണ്ടിയിട്ട് ആരോ ചെയ്തു കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ ദേവികയുമായിട്ടുള്ള എല്ലാ പിണക്കങ്ങളും സംസാരിച്ച് തീർത്ത് ദേവികയെ ഇങ്ങോട്ട് തന്നെ വിളിച്ചു കൊണ്ടുവരണം. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ ഒരു തെറ്റിദ്ധാരണയുമല്ല, ഞാൻ അവനും അവളും അമ്പലത്തിൽ നിന്ന് സംസാരിക്കണതൊക്കെ നേരിട്ട് കണ്ടതാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇവൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ശരിയായ ബന്ധമാണെങ്കിൽ അവൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരാളുമായി പരിചയം ഉണ്ടെന്നെങ്കിലും എന്നോട് പറയേണ്ടതല്ലേ. ഇതുവരെയും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അന്ന് അവൾ അമ്പലത്തിൽ പോണതിൻ്റെ തലേ ദിവസം അമ്മ അവളുടെ കൂടെ അമ്പലത്തിൽ പോകണമെന്ന് അവളോട് പറഞ്ഞപ്പം അവൾ എന്താ അമ്മയോട് പറഞ്ഞത്, നാളെ ഓഫീസിൽ ഒരുപാട് ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് നാളെ എനിക്ക് അമ്മയുടെ കൂടെ അമ്പലത്തിൽ വരാൻ പറ്റില്ല, പിന്നീട് ഒരു ദിവസം പോകാമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ അവളെ പിറ്റേ ദിവസം അമ്പലത്തിൽ വെച്ചല്ലേ കണ്ടത്, അപ്പോൾ പിന്നെ അവൾ കള്ളമല്ലേ അമ്മയെ പറയണേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് നന്ദു പറയണത് നേരാ, പക്ഷേ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. എന്തായാലും ദേവിക ഇതുപോലൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിനി ഒരിക്കലും അവളെ വിശ്വസിക്കില്ല, അതുപോലെ അവളുമായിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് രജനിയും പ്രഭാവതിയും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ നന്ദനോട് അരുന്ധതിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും പ്രഭാവതി ചെയ്തത് ക്രൂരതയായതുകൊണ്ട് അത് നന്ദനോട് പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ നേരെ പോകുന്നത് ദേവികയുടെ വീട്ടിലോട്ടാണ്. വേറൊന്നിനുമല്ല, ദേവികയെ ഏതോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലണത്. സിദ്ധാർത്ഥൻ ചെന്ന് അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. വേഗം തന്നെ സിദ്ധാർത്ഥൻ വിളിക്കുന്നുണ്ട്, മോളെ ദേവികയെന്ന് പറഞ്ഞ് വിളിക്കുമ്പം സൗണ്ട് കേട്ടിട്ട് ദേവിക ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മോൾ ഇതുവരെ റെഡി ആയില്ലേ, വേഗം വാ, പോകാൻ സമയമായി എന്ന് പറയുമ്പം എങ്ങോട്ടേക്കാ അച്ഛാന്ന് ചോദിക്കണം. അല്ല, ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ മോളുടെ പ്രസംഗമുണ്ട്, അതിനു വേണ്ടി മോളെ വിളിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ മോളോട് വിവരങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാനിനി ഒരു പ്രസംഗത്തിനും വരുന്നില്ല, ഞാനിനി മത്സരിക്കാനും ഇല്ല, ഞാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പോവാന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അതിന് തക്കതായിട്ട് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം
ഒന്നും സംഭവിച്ചില്ല വെച്ചാൽ ഞാനും നന്ദുമായിട്ടുള്ള ജീവിതം തന്നെ തകർന്നു. നന്ദു ഇപ്പം എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ നേരെ കണ്ടാൽ പോലും സംസാരിക്കാറില്ല. അതുമാത്രമല്ല ഞാനിപ്പോൾ ഇലക്ഷനിൽ നിൽക്കണതിനോടും നന്ദുവിന് താല്പര്യമില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതം കൈവിട്ട് കളഞ്ഞിട്ട് എനിക്കൊരു മത്സരത്തിനും താല്പര്യമില്ല എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നന്ദനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കാം മോള് ഇതിൽ നിന്നും പിന്മാറരുതെന്ന് പറയുമ്പം ഇതെൻ്റെ മാത്രം ആഗ്രഹമല്ല, വേറെ പലരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, വേറെ പലരെന്ന് മോൾ ഉദ്ദേശിച്ചത് ആരെയാന്ന് ചോദിക്കുമ്പം ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശാരിക വന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഞാൻ അങ്കിളിനോടൊരു കാര്യം പറയാം, ചേച്ചിയുടെ സ്വയം തീരുമാനമല്ല ഇത്. പ്രഭയാൻറ്റി ഇന്ന് ചേച്ചിയെ ചന്ദ്രോത്തേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ ചെന്നപ്പം പ്രഭയാൻറ്റിയാണ് പറഞ്ഞത് ഇലക്ഷനിൽ മത്സരിക്കരുത്, ഇലക്ഷനിൽ നിന്നും പിന്മാറണമെന്ന്. അത് കേട്ടിട്ട് ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുന്നു. അത് കേട്ടത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പ്രഭ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ, എന്തായാലും ഞാൻ പ്രഭയ്ക്കൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ പ്രഭാവതിനെ വിളിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ ഫോണിലൂടെ സംസാരിക്കാൻ പറ്റില്ല സിദ്ധു എന്തായാലും നേരിട്ട് വീട്ടിലോട്ട് വാ, വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ചന്ദ്രമതിയും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഒരു കാരണവശാലും ദേവിക മത്സരിക്കാൻ പാടില്ല ചന്ദ്രമതി, അത് ഞങ്ങളുടെ കുടുംബത്തിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്ത് ദോഷം ചെയ്യുന്ന പ്രഭയെന്ന് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കിപ്പോൾ വിശദമായിട്ട് ചന്ദ്രമതിയോട് പറയാൻ പറ്റില്ല, അതിന് അവസരം വരുമ്പോൾ ഞാൻ പറയാം. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, ഈ പ്രാവശ്യം ഇലക്ഷനിൽ ദേവിക എന്തായാലും മത്സരിക്കുന്നില്ല, അതെൻ്റെ തീരുമാനം തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ടത് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഈ പ്രഭയ്ക്ക് എന്ത് പറ്റിയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.